കാഞ്ഞങ്ങാട് രാജ റെസിഡൻസിയിൽ സംഘടിപ്പിച്ച കൗൺസിലർമാർക്കും കുടുംബശ്രീ കൗൺസിലർമാർക്കും 2 ദിവസത്തെ ആർട്ട് ബേസ്ഡ് സൈക്കോ സോഷ്യൽ വർക്ക്ഷോപ്പിന് തുടക്കമായി. ജില്ലാ മജിസ്ട്രേറ്റ് പി അഖിൽ വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി, യൂണിസെഫ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട് രാജ് റെസിഡൻസിയിൽ സ്കൂൾ കൗൺസിലർമാർക്കും കുടുംബശ്രീ കൗൺസിലർമാർക്കും വേണ്ടി 2 ദിവസത്തെ ആർട്ട് ബേസ്ഡ് സൈക്കോ സോഷ്യൽ വർക്ക്ഷോപ്പ് ആരംഭിച്ചു. ഫെബ്രുവരി 26-ന് വർക്ക്ഷോപ്പ് സമാപിക്കും. ചടങ്ങിൽ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് പി അഖിൽ വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്തു. അതോടൊപ്പം 2 ഇൻസിഡന്റ്, ടാങ്കർ ലോറി പറഞ്ഞ 2 ഇൻസിഡന്റ് ഉണ്ടായി. അതുകൂടാതെ മറ്റ് പല രീതിയിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, അതായത് നീലേശ്വരം വെടിക്കെട്ട് അപകടം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കാം. 6 ഇടത്താണ് അന്നുണ്ടായത്. അതിൽ 3 ഇൻക്വസ്റ്റ് നടത്തിയത് ഞാൻ തന്നെയാണ്, അതിന്റെ എൻക്വയറി ഓഫീസർ ഞാൻ തന്നെയായിരുന്നു. അപ്പോൾ എനിക്കത് കൃത്യമായി മനസ്സിലാകും അത് ഏത് രീതിയിലാണ് ആളുകളെ അല്ലെങ്കിൽ കുടുംബങ്ങളെ ഏത് രീതിയിൽ ഓരോ ഡിസാസ്റ്റർ അല്ലെങ്കിൽ ഓരോ ഇൻസിഡന്റ് ഏത് രീതിയിൽ ബാധിക്കും എന്നുള്ളത്. അപ്പോൾ പ്രത്യേകിച്ചും നമ്മൾ നിലവിൽ ഈ ഒരു ദുരന്ത നിവാരണത്തിന്റെ പ്രസക്തി എന്നുള്ളത് കൂടി വരുന്ന ഒരു സമൂഹത്തിലാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായി ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ അല്ലെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ വിവിധ ഭാഗങ്ങളായിട്ടുള്ള പ്രിപ്പയർനെസ്, റെസ്പോൺസ്, അത്തരം കാര്യങ്ങൾ അതിന്റെ ഭാഗമായി തന്നെ ഇത് ഉണ്ടാക്കുന്ന ഇമ്പാക്ട് കുറയ്ക്കുന്നതും വളരെ നിലവിൽ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ പല രീതിയിലായിരിക്കും പല ആളുകളിലും ഇതിന്റെ ഇമ്പാക്ട് ഉണ്ടാവുക. നമുക്കെല്ലാവർക്കും അറിയാം, PTSD കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പല രീതിയിലാവും ആളുകൾ അത് എക്സ്പ്രസ് ചെയ്യുക. ദുരന്ത നിവാരണ സെക്ഷൻ ജൂനിയർ സൂപ്രണ്ട് സൈമ NS അധ്യക്ഷത വഹിച്ചു. ഹസാഡ് അനലിസ്റ്റ് ശില്പ സ്വാഗതം പറഞ്ഞു. റിസോഴ്സ് പേഴ്സൺ സുഹൈൽ ബാബു പരിപാടിയുടെ ലക്ഷ്യവും പ്രവർത്തന രീതിയും വിശദീകരിച്ചു. LSGDM പ്ലാൻ കോർഡിനേറ്റർ അഹമ്മദ് ഷഫീഖ് നന്ദി അർപ്പിച്ച് സംസാരിച്ചു. സെക്ഷൻ ക്ലർക്ക് ഉദയപ്രകാശ് സംസാരിച്ചു. ഫെബ്രുവരി 26-ന് നടക്കുന്ന സമാപന പരിപാടിയിൽ എൻഡോസൾഫാൻ ഡെപ്യൂട്ടി കളക്ടർ ലിബു S. ലോറൻ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.